ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു എഗ്ലെസ് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇത് 7 മിനിറ്റ് കൊണ്ട് മൈക്രോവേവിൽ ചെയ്തെടുക്കുന്ന ഒരു കേക്കാണ്. അപ്പോൾ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് അരിച്ചെടുക്കണം. അതിനുവേണ്ടി 1 കപ്പ് മൈദ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 പിഞ്ച് സോൾട്ട്, ഇത്രയും ചേർത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം അതിലേക്ക് 1/2 കപ്പ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു അരിപ്പയിലൂടെ ഒന്ന് അരിച്ചെടുക്കാം. ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിന് ശേഷം അരിച്ചെടുക്കുക. ഇനി അത് മാറ്റി വെക്കാം. നമുക്ക് ഒരു വലിയ പാത്രത്തിലേക്ക് 1 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ, ഏതെങ്കിലും ഇൻസ്റ്റൻറ്റ് കോഫി എടുത്താൽ മതി. അതിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് ബീറ്ററൊന്നും വെച്ച് അടിക്കേണ്ട ആവശ്യമില്ല. ഇതേപോലത്തെ ഒരു വയർ വിസ്ക് വെച്ച് ചെയ്തെടുക്കാൻ പറ്റിയൊരു കേക്കാണ്. അതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വിനീഗർ ചേർക്കാം, അല്ലെങ്കിൽ ലൈം ജ്യൂസ് ചേർക്കാം. അത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. വിനീഗർ ചേർത്ത് പാല് പിരിഞ്ഞ് വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് ചേർത്ത സമയം തന്നെ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് നന്നായിട്ട് മിക്സ് ആയതിന് ശേഷം പഞ്ചസാര ഒന്ന് അലിഞ്ഞതിന് ശേഷം മെൽറ്റ് ചെയ്ത 1/2 കപ്പ് ബട്ടർ ഒഴിച്ച് കൊടുക്കാം. ബട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ബട്ടറാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് നേരം തന്നെ സമയമെടുത്ത് മിക്സ് ചെയ്യണം, എന്നാലേ നന്നായിട്ട് ബട്ടർ അതിലേക്ക് മിക്സ് ആയി കിട്ടുകയുള്ളൂ. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെ ആയിട്ട് ചേർത്ത് കൊടുക്കാം. 2-3 ബാച്ചസ് ആയിട്ട് ചേർക്കുന്നത് നല്ലത്, എന്നാലേ നന്നായിട്ട് യോജിച്ച് കിട്ടുള്ളൂ. നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക. എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു കേക്ക് റെസിപ്പിയാണിത്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്നവർക്കും ഫെയിലായൊന്നും പോവില്ല. ഇതേ അളവിലെടുത്ത് ഉണ്ടാക്കിയാൽ പെർഫെക്റ്റ് ഒരു റെസിപ്പിയാണ്. നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി ഒരു സ്പാച്ചിൽ വെച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിന് ശേഷം ബട്ടർ ഗ്രീസ് ചെയ്തൊരു മൈക്രോ പ്രൂഫ് ആയിട്ടുള്ളൊരു ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബൗളിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഒരു 3-4 തവണ നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തതിന് ശേഷം ഓവനിലേക്ക് മാറ്റാം. എയർ ബബിൾസൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് ടാപ്പ് ചെയ്യുന്നത്. നമ്മൾ ഹൈ പവറിൽ ഒരു 7 മിനിറ്റ് സമയമാണ് കൊടുക്കുന്നത്. മൈക്രോ ബട്ടൺ അമർത്തുമ്പോൾ വരുന്ന പവറാണ് ഹൈ പവർ. അതിലേക്ക് വെച്ചതിന് ശേഷം 7 മിനിറ്റ് സമയം കൊടുക്കുക. 7 മിനിറ്റ് കഴിഞ്ഞ് ഓവൻ ഓഫായാലും ഒരു 2 മിനിറ്റ് കൂടെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പുറത്തെടുക്കാവൂ. ഇപ്പോൾ ഓഫായിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമുക്ക് നടുവിലൊന്ന് ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നല്ല ക്ലിയറായി വന്നിട്ടുണ്ട്. നടുവിലിങ്ങനെ ചിലപ്പം കുറച്ച് വേവാത്ത പോലെ നമുക്ക് ഫീൽ ചെയ്യും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നോർമൽ ടെമ്പറേച്ചറിലേക്ക് ആകുമ്പോൾ റെഡി ആയി കിട്ടും. അത് വിചാരിച്ചിട്ട് വീണ്ടും ഓവനിൽ വെക്കരുത്. വെച്ച് കഴിഞ്ഞാൽ കേക്ക് ഹാർഡായി പോകും. 7 മിനിറ്റ്സ് പറയുമ്പോൾ 7 മിനിറ്റ്സ് മാത്രമേ വെക്കാവൂ. അതിൽ കൂടുതൽ വെച്ച് കഴിഞ്ഞാൽ കേക്ക് റെഡി ആവില്ല, ഹാർഡായി പോകും. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമാണ് ഞാൻ ഡീമോൾഡ് ചെയ്തത്. ഇനി അത് മാറ്റി വെക്കാം. ഇതിൻ്റെ മേലൊരു ചോക്ലേറ്റ് സോസ് ഒഴിക്കുന്നുണ്ട്. ഒരു ചോക്ലേറ്റ് ഗനാഷ് പോലെയാണ്, പക്ഷേ കുറച്ചും കൂടി ലൂസായിട്ടാണ് ഞാൻ ഇത് ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 കപ്പ് മോർഡേൻ്റെ മിൽക്ക് ചോക്ലേറ്റും 1/2 കപ്പ് ഫ്രഷ് ക്രീമും ഒന്ന് മൈക്രോവേവ് ചെയ്തെടുത്തതാണ്. 1 മിനിറ്റ് മൈക്രോവേവിൽ വെച്ചാൽ മതി.
അല്ലെങ്കിൽ ഒരു ഫ്രൈങ് പാനിൽ അടുപ്പത്ത് സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതേപോലെ ഉരുക്കിയെടുക്കാം. ഇത് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ മിക്സ് ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വെച്ച് പിറ്റേന്ന് എടുത്തിട്ട് ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാൻ ഒരു ഇളം ചൂടിൽ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഈ കേക്കിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു ക്രീമും ഈ കേക്കും കൂടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കൺസിസ്റ്റൻസിയിൽ എടുത്തത്. ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. 3 ദിവസം വരെ പുറത്ത് വെച്ചാലും ഒന്നും ആവില്ല. കുറച്ച് ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ടും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം ഒന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യാം. ബട്ടർ ഇട്ട കേക്ക് ആയതുകൊണ്ട് കുറച്ച് ഹാർഡാവും ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. നല്ല ഈസിയാണ് ഉണ്ടാക്കാൻ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. ഇത് ഐസ്ക്രീമിൻ്റെ കൂടെ വേണമെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾക്ക് പുഡിങ്ങിൻ്റെ ഒക്കെ ബേസായിട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. ടോർട്ട കേക്കിനൊക്കെ വേണമെങ്കിൽ ബേസായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെ പല രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കേക്കാണ്. എഗ്ലെസ് കേക്ക് ആണെങ്കിലും നല്ല സോഫ്റ്റ് ആൻഡ് സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എഗ്ലെസ് കേക്ക് ഇഷ്ടമുള്ളവരൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യണം. ഞാനൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഓറഞ്ച് പീസൊക്കെ ഒന്ന് വെച്ച് കൊടുത്തതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.